ബ്രസീലിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ദിൽമ റൂസഫ്. ദിൽമ റൂസഫ് ആണ് ബ്രസീലിലെ ആദ്യത്തെ പ്രസിഡന്റ്. ദിൽമ റൂസഫിൻ്റെ പാർട്ടി വർക്കേഴ്സ് പാർട്ടിയാണ്. വർക്കേഴ്സ് പാർട്ടി. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര പുരസ്കാരം 2010 ലഭിച്ച മുൻ ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡി സിൽവയാണ്. ലുലാ ഡി സിൽവ. ലോകത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് മരിയ ഇസബെല്ല പെറോൺ ആണ്. മരിയ ഇസബെല്ല പെറോൺ അർജന്റീനയിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീലാണ്. പ്രതിഭ പാട്ടീൽ. ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാരനായികയാണ്. സിരിമാവോ ബന്ദാരനായികയെ. ഓസ്ട്രേലിയയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ജൂലിയ ഗില്ലാർഡ് ആണ്. ജൂലിയ ഗില്ലാർഡ് ആണ് ഓസ്ട്രേലിയയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? 1956. 1956 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 1956 നവംബർ 1 ഐക്യ കേരളം രൂപം കൊണ്ടു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 1956 നവംബർ 1 ഐക്യ കേരളം രൂപം കൊണ്ടു. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ 5 തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നീ 5 ജില്ലകളാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. കേരള രൂപീകരണത്തെക്കുറിച്ചുള്ള പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വായിച്ചത് NES രാഘവാചാരിയാണ്. NES രാഘവാചാരിയാണ് കേരള രൂപീകരണത്തെക്കുറിച്ചുള്ള പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വായിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. കൊല്ലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴയാണ്. ഭാരതപ്പുഴയിലെ മലമ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി പെരിയാറാണ്. ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി ഭാരതപ്പുഴയാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയും ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടുമാണ്. അതേപോലെ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി പെരിയാറും ജലസേചന പദ്ധതിയിൽ ഏറ്റവും കൂടുതലുള്ള നദി ഭാരതപ്പുഴയുമാണ്. കേരളത്തിലെ ക്ഷീരകർഷകർ സഹകരണ സ്ഥാപനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മിൽമ. മിൽമ എന്നാണ് കേരളത്തിലെ ക്ഷീരകർഷകരുടെ സഹകരണ സ്ഥാപനം അറിയപ്പെടുന്നത്. മിൽമ രൂപം കൊണ്ടത് 1980 ആസ്ഥാനം തിരുവനന്തപുരം. മിൽമ രൂപം കൊണ്ടത് 1980 ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് മിൽമ എന്നറിയപ്പെടുന്നത്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരളത്തിലെ ആദ്യത്തെ ക്ഷീരസംഘം തിരുമല വനിതാ ക്ഷീരസംഘമാണ്. തിരുമല വനിതാ ക്ഷീരസംഘം. മികച്ച ക്ഷീരകർഷകന് കൃഷിവകുപ്പ് നൽകുന്ന അവാർഡാണ് ക്ഷീരധാര. ക്ഷീരധാര. ലോക ക്ഷീരദിനം ജൂൺ 1. ജൂൺ 1 ലോക ക്ഷീരദിനം. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ആനന്ദാണ്. ഗുജറാത്തിലെ ആനന്ദ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കർണാലാണ്. ഹരിയാനയിലെ കർണാൽ. ലോകത്താദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലായിരുന്നു? EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS എന്നറിയപ്പെടുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ലോകത്താദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗ്ഗക്കാർ ഉള്ള ജില്ല? വയനാട്. വയനാട്ടിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗ്ഗക്കാർ ഉള്ള ജില്ല. ജൈനമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും വയനാടാണ്.
വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് എഴുതിയ നോവലാണ് വിഷകന്യക. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡാണ് ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ്. ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡാണ്. ഡാനിയൽ റൂദർഫോർഡാണ് നൈട്രജൻ കണ്ടുപിടിച്ചത്. കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിച്ചത്. സോപ്പ് കുമിളകളിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം? ഇൻ്റർഫറൻസ്. ഇൻ്റർഫറൻസ് ആണ് സോപ്പ് കുമിളകളിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം. എണ്ണപ്പാളിയിലെ മനോഹര വർണ്ണത്തിന് കാരണവും ഇൻ്റർഫറൻസ് ആണ്. ഇൻ്റർഫറൻസ് ആണ് എണ്ണപ്പാളിയിലെ മനോഹര വർണ്ണത്തിന് കാരണം. ആകാശവും കടൽ ജലവും നീലനിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. ആകാശവും കടൽ ജലവും നീലനിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം വിസരണമാണ്. മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസം പ്രകീർണനമാണ്. പ്രകീർണനമാണ് മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസം. നിഴൽ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം ഡിഫ്രാക്ഷനാണ്. ഡിഫ്രാക്ഷനാണ് നിഴൽ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ്. അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. പൂർണ്ണാന്തര പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം. മരീചികയ്ക്ക് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ്. അപവർത്തനമാണ് മരീചികയ്ക്ക് കാരണമായ പ്രതിഭാസം. വെള്ളത്തിൽ മുക്കിപ്പിടിച്ചിരിക്കുന്ന ഒരു സ്കെയിൽ വളഞ്ഞതായി തോന്നുന്നത് അപവർത്തനം മൂലമാണ്. വെള്ളത്തിൽ മുക്കിപ്പിടിച്ചിരിക്കുന്ന ഒരു സ്കെയിൽ വളഞ്ഞതായി തോന്നുന്നത് അപവർത്തനം മൂലമാണ്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. പൂർണ്ണാന്തര പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം. ഇന്ത്യയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം? അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയാണ് ഇന്ത്യയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം. വെളുത്ത ഭൂഖണ്ഡം, മരുഭൂഖണ്ഡം, ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക വെളുത്ത ഭൂഖണ്ഡം, മരുഭൂഖണ്ഡം, ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പര്യവേഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നിവ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പര്യവേഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നിവ. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏക തപാൽ ഓഫീസ് അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയിലാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏക തപാൽ ഓഫീസ് അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയിലാണ്. ഇരുണ്ട ഭൂഖണ്ഡം, മനുഷ്യൻ പിറന്ന നാട്, കാപ്പരികളുടെ നാട്, ദരിദ്ര ഭൂഖണ്ഡം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വൻകര ആഫ്രിക്കയാണ്. ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഡം, മനുഷ്യൻ പിറന്ന നാട്, കാപ്പരികളുടെ നാട്, ദരിദ്ര ഭൂഖണ്ഡം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വൻകര. ഏറ്റവും അധികം രാഷ്ട്രങ്ങളുള്ള വൻകര ആഫ്രിക്കയാണ്. വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡം, പരമാവധികളുടെ വൻകര, ആത്മീയതയുടെ വൻകര എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വൻകര ഏഷ്യയാണ്. ഏഷ്യ. വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡം, പരമാവധികളുടെ വൻകര, ആത്മീയതയുടെ വൻകര എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വൻകര ഏഷ്യയാണ്. ലോകത്തിൽ ഏറ്റവും അധികം വികസിത രാജ്യങ്ങളുടെ ഭൂഖണ്ഡം
യൂറോപ്പാണ്. യൂറോപ്പാണ് ലോകത്തിൽ ഏറ്റവും അധികം വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം. Subscribe for more videos. To get instant notification for new videos, click on the bell icon.